അങ്ങനെ 2 മാസത്തെ പ്ലാനിന് ശേഷം നാളെ ഡൽഹി രാജസ്ഥാൻ യാത്ര പോയാൽ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എടുക്കുന്നത് വെച്ചാൽ മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ് തെർമൽ. കാരണം ഇപ്പം ഡൽഹിയിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ വിൻ്റർ ഗ്ലൗസും നെക്ക് വാമറും ഹാറ്റും. പിന്നെ ഇതും ഡൽഹിയിൽ നിന്ന് ഇടാൻ തന്നെ, കാരണം അവിടെ തണുപ്പായതുകൊണ്ട് നോർമൽ ടീഷർട്ട് ഇട്ടതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ 4 ജീൻസ് എടുക്കുന്നുണ്ട്. പിന്നെ രാജസ്ഥാനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം എന്തായാലും സരോജിനിയിലൊക്കെ പോകുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണെന്നുള്ളത്. ഇത് നമ്മുടെ താജ്മഹലിൽ പോകുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഞാനും പിന്നെ ഷഹബാസും. പിന്നെ അതിന് ശേഷമാണ് സുഫിയാനും അൽത്താഫും കൂടെ വരാൻ വന്നത്. അങ്ങനെ ടോട്ടൽ 4 പേരെ. ഇതിൽ 2 പേര് ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് യാത്ര വന്നു. ഞാനും സുഫിയാനും ഇതിന് മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. അത് ഡൽഹിയും കാശ്മീർ. ഇപ്പോൾ നാളെ മോർണിംഗ് ഇവിടുന്ന് 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. കാരണം അവിടുന്ന് 10 മണിക്കാണ് നമ്മുടെ ട്രെയിൻ, നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഡൽഹിയിൽ നമ്മൾ 26-ാം തീയതി രാത്രി എത്തും. അപ്പോൾ അവിടെ ഡൽഹിയിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് അതിന് ശേഷം രാജസ്ഥാനിലേക്ക് പോകാനാണ് പ്ലാൻ. അല്ല, അതിന് മുമ്പ് താജ്മഹൽ കൂടെ കണ്ടിട്ട് രാജസ്ഥാനിലേക്ക് പോകും. അപ്പോൾ ഈ വ്ളോഗ് മുഴുവനായിട്ട് ഞാൻ സിംഗിൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തില്ല. ഇത് ഓരോ പാർട്ടായിട്ട് ലൈക്ക് എപ്പിസോഡായിട്ട് പോസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇത് പാക്കിങ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറ് പാക്ക് ചെയ്യുന്നുണ്ട്. ഉച്ചക്ക് ട്രെയിൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി. കറി എന്താ? റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിൽ വരാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല, കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു. നമ്മൾ ലേറ്റ് ആയതുപോലെ തന്നെ ട്രെയിൻ ലേറ്റാണ്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പിന്നെ ബ്രോ ഡ്രോപ്പ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് കുടിക്കാൻ ബോട്ടിൽ നമ്മൾ ബണ്ടിലായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ മുഴുവൻ കണക്ക് നോക്കുന്നത് ഷാവാസ് ആയിരിക്കും. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹാൻഡ് വാഷ് ചെയ്യാൻ വന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ ഈ പാസഞ്ചേഴ്സ് തന്നെ ഇവിടെ വന്ന് ഡംപ് ചെയ്തിട്ട് വാഷ് ബേസിന് എന്ത് ചെയ്ത് സ്റ്റക്ക് ചെയ്ത് വെക്കും. അതും വേസ്റ്റ് പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ മോസ്റ്റ്ലി ആരും യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ വന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോട്ടോയും നമ്മുടെ PNR നമ്പറും മാത്രം അയച്ചു കൊടുത്താൽ മതി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഫാസ്റ്റായിട്ട് തന്നെ അവർ ക്ലീനും ചെയ്തു. ഓരോ യാത്രയിലും നമുക്ക് കിട്ടുന്ന മറ്റൊരു വലിയ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മീറ്റ് ചെയ്ത 2 പേരാണ് പ്രിൻസ് അച്ചായനും പിന്നെ ജാൻസി ചേച്ചി. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റും കേട്ടോ. ഈ സൊമാറ്റോയിലൊക്കെ നമ്മുടെ PNR ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് റീച്ച് ആകാൻ പോകുന്ന സ്റ്റേഷൻ്റെ നെയിമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ എത്തുന്ന സമയത്ത് ഡെലിവറി ബോയ് അവിടെ ഉണ്ടാവും. ചില സ്റ്റേഷനിൽ ട്രെയിൻ കുറേ നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെ റാവുത്താർ റോഡ് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് കറൻ്റ്. അപ്പോൾ അവിടെ വെച്ച് ഷഹബാസിൻ്റെ 3 വാക്ക് കാഴ്ച വെക്കാൻ പോയാണ്. ഒരു ഐറ്റം പറയും, നമുക്ക് കറക്റ്റ് എന്നിട്ട് ഓക്കെ വെയിറ്റ് ചെയ്യും. പൊറോട്ട കൊണ്ട് കൊടുക്കും, വെയിറ്റ് ചെയ്യട്ടോ, മറ്റേത് വരുന്നുണ്ട്. അത് കഴിഞ്ഞു പോയട്ടോ, വേറെന്താ വേണ്ടേ, എന്നാൽ ഇതെടുത്തോളൂ. അതും ഇതേപോലെ, അതും കഴിഞ്ഞു പോയത്. അതിന്റെ ബാറ് ഇതേപോലെ പറയും. അപ്പൊ ഈ ചങ്ങായി എന്താ ഇങ്ങനെ പറയുന്നറിയോ? അല്ല, അങ്ങനല്ല. ബാങ്ക് എന്ന് വെച്ചാല് ഈ ATM കാർഡ് ഇടൂലേ, അപ്പൊ നമ്മൾ എല്ലാ ഓപ്ഷനും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് പറയാ
ക്യാഷ് നോട്ട് അവൈലബിൾ എന്ന് പറയും. ഇതിങ്ങനെ ആദ്യം പറഞ്ഞാ പോരെ, അതേപോലെയാണ്. നീ ശരിക്കണ്ട. അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹി എത്തി. സ്റ്റേഷൻ ഇനിയിപ്പോൾ റൂമിലേക്ക് നടക്കണം. റൂം ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അതിപ്പോൾ ഊബർ വിളിച്ചിട്ട് ഇവിടുന്ന് പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ ഊബറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് പേര് ടാക്സിയും കൊണ്ട് വരും. പക്ഷെ ഒരിക്കലും എടുക്കരുത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരാൾ തന്നെ നമ്മളോട് പറഞ്ഞത് പെർഹെഡ് 100 രൂപ നമ്മളെ റൂമിലേക്ക്. കാരണം നമുക്ക് വേസ്റ്റ് ആവും. ഊബറിലാകുമ്പോൾ 200 രൂപയ്ക്ക് നമുക്ക് പോയിട്ട് പോവാം, അവിടത്തേക്ക് പോകും. ഈ വീഡിയോ അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഡൽഹിയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.